ഹലോ, അസ്സാം വലൈക്കും. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമുക്ക് വേണ്ടി ഉണ്ടാക്കി നമുക്ക് കാണാം. നമുക്ക് തന്ന അനുഗ്രഹമായിട്ട് പഠിച്ചവന് ഓരോന്നിലും കാണുന്നത് അല്ലേ. ഇപ്പം നമ്മളെ ഭൂമിൻ്റെ ചുറ്റും ഒരു വലിയൊരു ഓസോൺ ലെയറിനായിട്ട് ചുറ്റും ഉണ്ടാക്കി ഇത് എന്നുവെച്ചാൽ പുറത്തുനിന്നുള്ള ഇപ്പം സൂര്യൻ തന്നെ ഒരുപാട് രശ്മികൾ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. കാരണം ആ രശ്മികൾ വേറെ പ്ലാനറ്റിലേക്ക് ആവശ്യമാണ്. അങ്ങനെ അപ്പം ഈ രശ്മികളെല്ലാം സൂര്യൻ ഒന്നായിട്ടല്ലേ പുറത്തേക്ക് വരിക. ആ പുറത്തേക്ക് വന്നാൽ നമ്മളെ ഭൂമിൻ്റെ അടുത്തെത്തുമ്പം ഭൂമിൻ്റെ ചുറ്റുള്ള ഓസോൺ ലെയർ നമുക്ക് ആവശ്യമില്ലാത്ത റൈസൊക്കെ തടഞ്ഞു നിർത്തും. തടഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം അകത്തേക്ക് വിടും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഉൽക്കകളും പിന്നെ കല്ലുകളൊക്കെ ഇങ്ങനെ ഔട്ടർ സ്പേസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്താ വെച്ചാൽ നമ്മളെ അന്തരീക്ഷം അതിനൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് കത്തിച്ച് കളയും. ഇതിനൊക്കെ ഇങ്ങനെ വരുന്ന ഈ ഉൽക്കകളൊക്കെ അന്തരീക്ഷത്തിൽ തട്ടുമ്പോൾ അതിൻ്റെ ഘർഷണം കൊണ്ട് കത്തിപ്പോകും അല്ലേ. അങ്ങനെ ഒരുപാട് സെറ്റപ്പ് പറഞ്ഞാൽ എല്ലാം ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കിയാലൊക്കെ ഓരോരോ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എപ്പോൾ ചിന്തിക്കണം, മനസ്സിലായില്ലേ. അപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ ശുദ്ധജലം കുടിക്കുന്നു അല്ലേ. ഈ ശുദ്ധജലം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ആകെ വെള്ളം ട്രില്യൺ ലിറ്റേഴ്സ് എന്ന് പറഞ്ഞ് ട്രില്യൺ ലിറ്റേഴ്സ് ഏകദേശം കണക്ക്. ആ വെള്ളം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള വെള്ളമാണ്. ആ വെള്ളം പിന്നെ ഒരു ലിറ്റർ കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. ആ വെള്ളം തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളതും നമ്മൾ ഉപയോഗിക്കുന്നു. പണ്ടത്തെ ആൾക്കാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച അതേ വെള്ളമാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്, മനസ്സിലായോ. അതായത് ഈ പിന്നെ ട്രില്യൺ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഭൂമിയിലുണ്ട്. അതിപ്പോഴും അവിടെ ഉണ്ട്. അതെന്നും അതുണ്ടായിരുന്നു, ഇനിയും അത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്? കാരണം അത് റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റീസൈക്കിൾ നമ്മളിപ്പോൾ ഒരു അബുദാബിയിൽ വെള്ളം കുടിക്കുന്ന അങ്ങനെ അവിടെ കടൽ വെള്ളം റീസൈക്കിൾ ചെയ്തിട്ട് ശുദ്ധീകരിച്ചിട്ട് അതാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അതുപോലെ പല സ്ഥലത്തും റീസൈക്ലിംഗ് പ്ലാന്റുകൾ ചെറുത് വീട്ടിലുണ്ടാകും ചിലപ്പോൾ ചെറിയ റീസൈക്കിൾ ചെയ്ത വെള്ളം കുടിക്കാനുള്ള അല്ലേ. അതായത് അഴുക്ക് വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള റീസൈക്ലിംഗ് പ്ലാന്റ്. എന്നാൽ പടച്ചോൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വലിയൊരു റീസൈക്കിൾ പ്ലാന്റ് അത് കണ്ടിരുന്നോ? അതായത് നമ്മളെ ഭൂമിയിലുള്ള വെള്ളം സൂര്യപ്രകാശം തട്ടിയിട്ട് വെള്ളമോ അല്ലെങ്കിൽ എന്ത് ചളിവെള്ളം എന്തായാലും അത് സൂര്യപ്രകാശം തട്ടുമ്പോൾ നീരാവി പറഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് അല്ലേ. അതിലൊന്നും കലർപ്പുണ്ടാവില്ല. ആ നീരാവിയായിട്ട് ആകാശത്തേക്ക് പോയിട്ട് അവിടുന്ന് പിന്നെ കണ്ടൻസ് ആയിട്ട് നമുക്ക് മഴയായിട്ട് ഭൂമിയിലേക്ക് വരികയാണ്. അതാണ് പിന്നെ നമ്മൾ കുടിക്കുന്ന ശുദ്ധവെള്ളം. അതാണ് എല്ലാ നദികളിലും പുഴകളിലൊക്കെ ഒഴുകുന്നതും കുടിക്കാനുള്ള വെള്ളം ഒക്കെ അതാണ് അല്ലേ. അതാണ് ഈ വെള്ളം തന്നെ മേലോട്ട് പോയിട്ട് അത് ശുദ്ധീകരിച്ചിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് അതാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പം അങ്ങനെ വലിയൊരു റീസൈക്കിൾ പ്ലാന്റ് പഠിച്ചാൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തും മഴ പെയ്യുന്നു. ഈ മഴ പെയ്യുന്ന എങ്ങനെ വെച്ചാൽ ഈ വെള്ളം പോയിട്ട് നീരാവിയായിട്ട് പോയിട്ട് അവർ കണ്ടൻസ് ആയിട്ട് റീസൈക്കിൾ ചെയ്തിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ അതാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇത് നോക്കി എന്തൊരു ക്ലിയർ ആയിട്ടാണ് നമ്മളെ ലൈഫ് പഠിച്ച സെറ്റപ്പ് ആക്കിയത്. വളരെ ക്ലിയർ ആയിട്ട് ഓരോന്നിനും ഓരോരോ റീസൺസ് കണ്ടിട്ട് അതിനുള്ള സൊല്യൂഷൻ എല്ലാത്തിനും പഠിച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. നമുക്കുള്ള ഓരോ അനുഗ്രഹങ്ങളെ പറ്റിയും നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് നമ്മളെ ലൈഫ് കംപ്ലീറ്റ് ആവുക, മനസ്സിലായില്ലേ. നമുക്ക് ഇത്രയും മതി. അസ്സലാമു അലൈക്കും.